കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോവാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ കാത്തിരിക്കുന്നത് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് മഞ്ജുളാലിനെ ഒന്ന് പ്രദർശനം ചെയ്ത് വരാം. അങ്ങനെ അപ്പോൾ ആ ഗരുഡൻ്റെ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അതൊക്കെ കണ്ട് അങ്ങനെ വന്ന് നമ്മൾ നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അതിനുശേഷം ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് ഇങ്ങനെ പോരാം. ഇങ്ങനെ പോരുമ്പോൾ നമുക്ക് കൊടിമരവും അതേപോലെ ആ മുന്നിലുള്ള വലിയ ബലിക്കല്ലും അതേപോലെ കേശവൻ്റെ 2 കൊമ്പുകളും അതിൻ്റെ നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ അകത്തേക്ക് ഇങ്ങനെ പോരുക. അങ്ങനെ അകത്തേക്ക് പോരുമ്പോൾ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടത്തെ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും നിലവിളക്കും അതേപോലെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ വളരെ പ്രകാശപൂരിതമായ രംഗം. അങ്ങനെ ഒന്ന് നോക്കുമ്പോൾ മുട്ടുകാല് കുത്തി നിൽക്കുക കേട്ടോ. മുട്ടുകാല് കുത്തിയപ്പോൾ കാലിൻ്റെ കാൽത്തളകൾ കാണാണ്ട് മുട്ടുകാല് ഇങ്ങനെ കുത്തി നിൽക്കണു. അതിൻ്റെ മുകളിൽ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പട്ടുകോണ കൊടുത്ത് അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല. അപ്പോൾ എന്താ വെച്ചാൽ വലിയ വലത്തെ കയ്യിൽ വെണ്ണയുണ്ട്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കൊല്ലുണ്ട്. അങ്ങനെയുള്ള ഒരു രൂപമാണ്. അങ്ങനെ 2 കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മുഖത്ത് നല്ല പുഞ്ചിരി, അതിൻ്റെ ഒപ്പം ആ ചെറിയിലൊക്കെ കുറേശ്ശെ വെണ്ണ ഉള്ള മാതിരി ഉണ്ട്. ആ വെണ്ണ എടുത്ത് കഴിക്കുന്ന ഒരവസ്ഥയിലാണ്. വെണ്ണയൊക്കെ ഉണ്ട്, വെണ്ണ കിട്ടിയതുള്ള ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ ഗോപീതിലൊക്കെ തൊട്ടിട്ടുണ്ട്. തിരുനെറ്റിയിൽ മുകളിൽ തിരുമുടിമാല 2 ഉണ്ട്. തെച്ചിപ്പൂവും വെളുത്ത പൂവായിട്ടുള്ളതും വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും. അതേപോലെ തന്നെ തിരുമുടിമാലകളുണ്ട്. തിരുമുടിമാല കഴിഞ്ഞ് 2 ഉണ്ടമാലകൾ, 2 ഉണ്ടമാലകൾ, വെളുത്ത പൂവ് തുളസി, വെളുത്ത പൂവ് തെച്ചി അങ്ങനെയായിട്ടുള്ളത്. അതേപോലെ തന്നെ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ളൊരു രൂപം. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്നിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ വന്ന് നേരെ നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അഗ്നികോണിലുള്ള ബലിക്കല്ലും അതേപോലെ ആ തിടപ്പള്ളിയും ആലിലെ കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെ കണ്ട് തൊഴുത് നേരെ ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ കണ്ടു തൊഴാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമേ സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ പോകുന്ന ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കണ്ടു തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിന് അവിടെ നിന്ന് ഇറച്ച പ്രസാദവും പിന്നെ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് അതേപോലെ അനന്തശായിയായ അനന്തപത്മനാഭനെ അതേപോലെ തന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നരസിംഹാവതാരത്തെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് നേരെ വരുമ്പോൾ ദശാവതാരത്തിലെ ബാക്കി വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ അങ്ങനെയൊക്കെ കണ്ട് ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരൂപവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അചാഢ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം.
അത് കഴിഞ്ഞ് നേരെ വന്ന് നമ്മൾ കാണുന്നത് താമരക്കണ്ണനെ. അത് കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരമൊക്കെ കാണാം, കണ്ടു തൊഴാം. പിന്നെ നൃത്താറയും മണിക്കിണറും അതേപോലെ കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. പിന്നീട് ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം, ഭഗവതിയെ കണ്ട് തൊഴാം. ഇന്നലെ ഇപ്പോൾ ഉത്സവമൊക്കെ ആയിരുന്നു, അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭഗവതി പൂർവാധികം തേജസ്സോടെ ആയിരിക്കും. നമുക്ക് അമ്മയെ കണ്ട് തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കും ചെയ്യാം. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ പോലെയാവും. അതിന് ശേഷം അവിടുന്ന് ഇങ്ങനെ വന്ന് നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം, കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ച് നമസ്കരിക്കാം. അതേപോലെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെയും തൊഴുത് പ്രാർത്ഥിച്ച് ഒന്ന് പ്രദക്ഷിണം ചെയ്ത് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വന്ന് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിൽ വന്നിട്ട് ചെറിയ വിഗ്രഹം കണ്ട് ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴാം. പിന്നീട് ഭഗവതി നടയിലും അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കി തൊഴുത് നമ്മൾ തെക്കേ നടയിലുള്ള കൂവളത്തെ പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിയെയും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. അവരവരുടെ കാര്യങ്ങൾ അവരവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ ഗുരുവായൂരപ്പൻ തുണയാകട്ടെ. എന്തായാലും കുറച്ചൊക്കെ ഭേദമുണ്ട്, പക്ഷെ എന്നാലും വേദന വിട്ടിട്ടില്ല. മുഖത്തെ പാടുകൾ ഉണ്ട്, അതേപോലെ തലയിൽ ചെറുതായിട്ടുള്ള വേദന എപ്പോഴും ഉണ്ട്. കയ്യിലെ പ്ലാസ്റ്റർ ഒന്ന് മാറ്റി വേറെതായി സ്റ്റിച്ച് ഇന്നലെ എടുത്തു. അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ ഭേദമുള്ള അവസ്ഥയാണ്. അങ്ങനെ കുറച്ചും കൂടി കഴിയുമ്പോൾ ഇനിയിപ്പോൾ 29-ാം തീയതിയാണ് ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് കാലം എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നതാണ്. എന്തായാലും എല്ലാം ഇങ്ങനെയെങ്കിലും ഒഴിവാക്കി തന്നത് ഗുരുവായൂരപ്പൻ്റെ കൃപയാണ്. മറ്റെന്തോ വരാനുള്ളത് കുറച്ച് തന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഹരേ കൃഷ്ണ.